അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഈ അള്ളാഹു ആരാണ് എന്നുള്ള ചോദ്യത്തിന് അതിനുള്ള മറുപടി കണ്ടെത്തുന്നതിന് ഏറ്റവും നല്ല മാർഗം ഞാൻ മനസ്സിലാക്കുന്നത് നാം ആരാണ് എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാകുന്നതാണ്. കാരണം ഈ വലിയ ഒരു പ്രപഞ്ചം, ഒരുപാട് നക്ഷത്രങ്ങളും ഒരുപാട് ജീവജാലങ്ങളും ഒരുപാട് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളും നിറഞ്ഞതുമായ ഈ വലിയ ഒരു പ്രപഞ്ചത്തിൽ ഒരു നിസാരമായി ഒരു ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രോക്സിമ സെൻട്രോൾ എന്നുള്ള ഒരു നക്ഷത്രം, ഈ നക്ഷത്രത്തിൽ നിന്ന് 4.2 പ്രകാശവർഷം സഞ്ചരിച്ചാലാണ് അതിലെ പ്രകാശം ഭൂമിയിലേക്ക് എത്തി നമുക്കത് കാണാൻ സാധിക്കുക. അപ്പോൾ ഒരു സെക്കൻഡിൽ ഒരു പ്രകാശം, ഈ നക്ഷത്രത്തിൽ നിന്നുള്ള ഒരു പ്രകാശം സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെയാകുമ്പോൾ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ ഒരു വർഷം ഏകദേശം 95,000 ലക്ഷം കോടി കിലോമീറ്ററുകൾ ഒരു വർഷം ഈ പ്രകാശം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ 4 വർഷം സഞ്ചരിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഭൂമിയിൽ ആ നക്ഷത്രത്തിന്റെ പ്രകാശം, ആ നക്ഷത്രത്തെ കാണാൻ സാധിക്കുന്നത് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. സാരം എന്ന് പറയുന്നത് 4 വർഷം പ്രകാശത്തെയാണ് നാം ഇന്ന് നമ്മുടെ നേത്രം കൊണ്ട് കാണുന്നത്. അത്രയും വലിയ യൂണിവേഴ്സാണ്, അത്രയും വലിയ ഒരു പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഭൂമിയിലെ കാര്യം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഭൂമിയിൽ ഏകദേശം 8 മില്യണോളം ജീവജാലങ്ങളുണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതിൽ നിന്ന് ചുരുക്കം ചില ജീവജാലങ്ങളുടെ പേരുകൾ മാത്രമാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടും രേഖപ്പെടുത്തിയിട്ടുമുള്ളൂ എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. തന്നെ ഇപ്പൊ കടലിൽ 22 ദശലക്ഷം ജീവികളുണ്ടെന്നും അതിൽ നിന്ന് 2.5% ജീവികളുടെ പേരും കാര്യങ്ങളും മാത്രമാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ളൂ എന്നുമാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇനി ഈ ജീവജാലങ്ങളുടെ എല്ലാം കാര്യങ്ങൾ പഠിക്കണമെങ്കിലും അത് കണ്ടെത്തണമെങ്കിലും 1200 വർഷങ്ങൾ വേണ്ടി വരുമാണ് ശാസ്ത്രലോകം പറഞ്ഞത്. 1200 വർഷങ്ങൾ വേണം. 1200 വർഷങ്ങൾ മാത്രമല്ല, ഈ 1200 വർഷങ്ങൾ 3 ലക്ഷം വിദഗ്ധന്മാരായിട്ടുള്ള സയന്റിസ്റ്റുകൾ ഇതിനു വേണ്ടി ഗവേഷണം നടത്തണം എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അത്രയും വിശാലമായ ഭൂമിയാണ്. അങ്ങനെ അത്രയും വിശാലമായ ഭൂമിയുടെ ഭാവായിട്ടുള്ള, അതിനെ പരിപാലിക്കുന്ന, ഈ അണ്ഡഘടാകത്തെ മൊത്തം പരിപാലിച്ച് അതിനു വേണ്ടിയ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രപഞ്ചത്തിലെ നിസാരമായ ഒരു ഭൂമി, ഈ പ്രപഞ്ചത്തിലെ ആ ഭൂമിയിലെ ഒരു ഇന്ത്യ മഹാരാജ്യത്തിൽ, അതിൽ ഒരു ആ കേരളത്തിലെ ഒരു ജില്ലയായ കാസർഗോഡ് നമ്മൾ അന്വേഷിക്കുന്നു. അപ്പൊ നമ്മള് ഈ പ്രപഞ്ചത്തിലെ എന്താണ്, ഒരു പോയിന്റ് പോലും അല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ആ ഒരു ബോധ്യത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. നമ്മള് മറ്റുള്ള ജീവികളും മനുഷ്യരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റുള്ള ജീവികള് കാലങ്ങളിൽ എങ്ങനെയാണോ ജീവിച്ചു പോന്നിട്ടുള്ളത് അതേ രീതി തന്നെ അവലംബിക്കുന്ന ആളുകൾ. പക്ഷെ മനുഷ്യര് പരിവർത്തനം ചെയ്യപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ അവൻ വരുത്തിയിട്ടുണ്ട്. അതവന്റെ ബുദ്ധിശക്തിയും അറിവും മുഖേനയാണ് മനുഷ്യൻ മാറ്റം വരുത്തിയത്. അവൻ താമസിക്കാൻ വേണ്ടി വീടുകൾ നിർമ്മിക്കുന്നു മനുഷ്യർ പൊതുവായിട്ട്. മറ്റുള്ള ജീവികള് പണ്ട് ഗുഹയിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ, സിംഹം ഗുഹയിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ ഗുഹയിലാണ് ജീവിക്കുന്നത്. മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പൊ മനുഷ്യന് പരിശ്രമത്തിലൂടെ ബുദ്ധിയും വിവരവും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കും. അതിന്റെ ഫലമായിട്ടാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ മറ്റുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ മറ്റുള്ള ജീവികൾ ഭക്ഷണ രീതിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്.
ഭക്ഷണ രീതിയിൽ പണ്ട് കാലങ്ങളിൽ പൂച്ച എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതേ ഭക്ഷണമാണ് എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ലഭ്യമായ ഭക്ഷണങ്ങളാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കാലഘട്ടത്തിൽ. പക്ഷെ മനുഷ്യരങ്ങനെയല്ല. മനുഷ്യന്റെ കണ്ടെത്തലുകളിലൂടെ പണ്ടിപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ചിക്കൻ കറിയാണെങ്കിൽ പണ്ടൊരു ചിക്കൻ കറി ആയിരുന്നു, ഇന്ന് അത് കൂടുതൽ കൂടുതൽ ഡെവലപ്പായി. പിന്നെ ഒരുപാട് ഒരു ചിക്കനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ഇതെല്ലാം എന്തിന്റെ ഫലമാണ്? ഇതിന്റെ മാറ്റങ്ങളുടെ കാരണം എന്താണ്? മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യൻ ഉപയോഗിക്കുന്നത്, അറിവ് ഉപയോഗിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഭൂമിയിൽ ലഭ്യമായ എല്ലാ കാര്യങ്ങളെയും വെച്ചുകൊണ്ട്, എല്ലാ വസ്തുക്കളെയും വെച്ചുകൊണ്ട് അവൻ ബുദ്ധി ഉപയോഗിച്ച്, അവന്റെ അറിവ് ഉപയോഗിച്ച് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? പരിവർത്തനം വരുത്തുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയും അറിവും കൊടുത്തിട്ടുണ്ട്. ആ അറിവ് മുഖേന, അവന്റെ ബുദ്ധി മുഖേന, അവൻ പരിശ്രമത്തിലൂടെ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവന് ഭൂമിയിൽ സുഖകരമായിട്ട് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു കിട്ടാറുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ദുർബലനാണ്. മനുഷ്യനൊരു നേരം കുളിച്ചില്ലെങ്കിൽ മറ്റുള്ള ജീവികളെ പോലെയല്ല. മനുഷ്യന് ഭക്ഷണം കുളിച്ചില്ലെങ്കിൽ, മറ്റുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, അവന്റെ പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അവരിൽ നിന്ന് ദുർഗന്ധം വലിക്കാൻ തുടങ്ങും. മറ്റുള്ള ജീവികൾ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതാണ്. മറ്റുള്ള ജീവികള് പ്രകൃതിപരമായി തന്നെ അവർ ശുദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് അവരെ പഠിച്ചത്. മനുഷ്യരങ്ങനെയല്ല. മനുഷ്യന് അവന്റെ പല കാര്യങ്ങളും പല ചിട്ടകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിട്ടകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ആ മനുഷ്യന് ആ വൃത്തി നിലനിർത്താനും സാധിക്കും. ഇത് ബാഹ്യമായ കാര്യങ്ങളാണ്. അപ്പൊ അള്ളാഹുവെ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിക്കും. മനുഷ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അറിവ് ഉപയോഗിക്കും. അള്ളാഹു ഈ കാലഘട്ടത്തിൽ അള്ളാഹു മുഖേന അള്ളാഹുവെ മനസ്സിലാക്കാൻ വേണ്ടി അയച്ച പ്രവാചകന്മാർ മുഖേന മാത്രമേ അള്ളാഹു മനസ്സിലാക്കാൻ സാധിക്കും. ആ മനസ്സിലാക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോ ഒരു പഞ്ചസാര, ഈ പഞ്ചസാര കഴിച്ച ഒരാൾ പറഞ്ഞത് മധുരാണെന്ന് പറഞ്ഞു. പഞ്ചസാര കഴിക്കാത്ത ഒരാള് പുറത്തുനിന്ന് പറയാണ് മധുരല്ല, കാരണം ഇത് വെളുത്തിട്ടാണല്ലോ, ഇല്ലെങ്കിൽ കാണുമ്പോൾ മധുരം ആണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇദ്ദേഹം പറയാണ്. അത് വ്യർത്ഥമായ കാര്യമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പഞ്ചസാര രുചിച്ച് നോക്കിയതിന് ശേഷം അദ്ദേഹം അഭിപ്രായം പറയാണ്. ആ അഭിപ്രായത്തിന് വിലയുണ്ട്. ഇതേപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്നെ കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ശുദ്ധീകരിക്കണമെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് രണ്ടാമത്, ഇവിടെ ഈ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ, അള്ളാഹു ഈ ഭൂമിയിലെ ഘടന ഉണ്ടാക്കിയ ഘടന എന്ന് പറയുന്നത് എല്ലാം പരസ്പരം പൂരകങ്ങളാണ്. ഒന്നും സ്വയം നിലനിൽക്കാൻ സാധിക്കാത്ത രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ. നമ്മൾ നോക്കിയാല് ഇപ്പൊ ഒരു വിത്തിട്ടാല് ആ വിത്തിൽ സൂര്യപ്രകാശവും മണ്ണും വായുവും ജലവും എല്ലാം അതിന് സഹായമായി എത്തുമ്പോഴാണ് അവിടെ ഒരു സസ്യങ്ങൾ മുളച്ചു വരിക, കാര്യങ്ങൾ പ്രകൃതിപരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഒരു നിയമം. തേനീച്ചകൾ നമ്മൾ നോക്കിയാൽ തേനീച്ചകൾ ഈ തേന് ശേഖരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പൂവുകളിൽ എന്ത് ചെയ്തു? തേനുകൾ ഉണ്ടാക്കി. ഇത് പരസ്പരം പൂരകങ്ങളാണ്. അപ്പൊ ആ തേന് ശേഖരിക്കുന്ന സമയത്ത് സസ്യങ്ങളിൽ അവിടെ പൂവുകളിൽ പരാഗണം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഒരു നിയമവ്യവസ്ഥയാണ്. നമ്മൾ സസ്യങ്ങൾ നോക്കിയാൽ, മരങ്ങൾ നോക്കിയാൽ മരങ്ങളെ വേരുകൾ ഉണ്ടാകും. ആ മരങ്ങളെ വേരുകള് ശരിക്കും അതിൽ നിന്നും അതിന് വേണ്ട പോഷകങ്ങള് മണ്ണിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ആ മണ്ണ് മൃദുലമാക്കപ്പെടണം. ആ മണ്ണ് മൃദുലമാക്കപ്പെടുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് എന്താണ്? ഈ ലക്ഷക്കണക്കിന് വരുന്ന ജീവജാലങ്ങളാണ്. ആ മണ്ണിനടിയിൽ വരുന്ന ആ അണുക്കളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? അവിടെ ചെയ്തു കൂട്ടുന്നത്. അള്ളാഹുവിന്റെ ഒരു നിയമവ്യവസ്ഥയാണ്. നമ്മള് ഇപ്പൊ മരത്തിന്റെ മറ്റൊരു കാര്യം നമ്മൾ നോക്കിയാല്, ഒരു മരം, ആ മരം എന്തൊക്കെയാണ് ചെയ്യുന്നത്? മരം വളർന്നു വരുമ്പോൾ
അതിൽ നിന്നും പ്രകൃതിയിലുള്ള ഓക്സിജൻ എന്താണ് കാർബൺ ഡൈ ഓക്സിജനെ അത് ആഗിരണം ചെയ്തിട്ട് അത് മനുഷ്യന് ശ്വസിക്കാനുള്ള ഓക്സിജനെ പുറന്തള്ളുന്നുണ്ട്. അത് മാത്രമല്ല, അത് എന്താണ് തണല് കൊടുക്കുന്നുണ്ട്, ഭൂമിയിൽ തണല് കൊടുക്കുന്നുണ്ട്. പിന്നെ പക്ഷികൾക്ക് താമസിക്കാനുള്ള വീട് നിർമ്മിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് മരം മാറും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു നിയമവ്യവസ്ഥിതിയിൽപ്പെട്ട കാര്യങ്ങളാണ്, അള്ളാഹുവിൻ്റെ ഒരു നിയമത്തിൽപ്പെട്ട കാര്യം. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? പരസ്പര പൂരകങ്ങളാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇവിടെ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇവിടെ ആത്മീയ തലവും അങ്ങനെ തന്നെയാണ്. ഒരാൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിൽ ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള വഴി തേടിക്കൊണ്ട് നടന്നാൽ അദ്ദേഹം ആരെയും ആശ്രയിക്കാതെ, പ്രവാചകന്മാരെയും ഒന്നും ആശ്രയിക്കാതെ, വന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ആത്മീയതയിലേക്കുള്ള ദിശകളെയൊന്നും ആശ്രയിക്കാതെ അദ്ദേഹം ഏകാന്തമായെന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ഒരിക്കലും അള്ളാഹുവിൽ എത്താൻ സാധ്യമല്ല. ഞാൻ തുടർന്ന് പറയും. അപ്പൊ നമ്മൾ ഇത്ര കാര്യങ്ങൾ വിവരിക്കാനുള്ള കാരണം, ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് കാലഘട്ടത്തിന്റെ മസീഹ് ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചത് 7 വയസ്സുള്ള ഒരു കുട്ടിയോട് ലൈംഗിക ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്കൊന്നും ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. കാരണം കുട്ടിയുടെ ശരീരം അതിന് പാകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ആ രൂപത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെ ഒരു മനുഷ്യന് ഉൾക്കൊള്ളണമെങ്കിൽ ആ മനുഷ്യൻ അവന്റെ ആത്മാവ് കുട്ടി ഇപ്പോൾ ശൈശവാവസ്ഥയിലായതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള ബോധ്യം ഇല്ലാതിരുന്നത്. കാരണം ആ കുട്ടിയുടെ ശരീരം ശൈശവാവസ്ഥയിലായതുകൊണ്ടാണ്, ഭൗതികമായ ശരീരം ശൈശവാവസ്ഥയിലായതുകൊണ്ട് ആ കുട്ടിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധ്യമല്ല. അതുപോലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആത്മാവ് ശൈശവാവസ്ഥയിലുള്ളതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ബാഹ്യമായിട്ടുള്ള ഇൽമുകളാണ് മനുഷ്യർക്കുണ്ടാകുക. അതാണ് ഇൻഷാ സാഹിബ് നേരത്തെ പറഞ്ഞത്. അത് ഇൽമുൽ യഖീനാണ്. ഇൽമുൽ യഖീൻ എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹു ഉണ്ട്, ഈ പ്രപഞ്ചമുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതല്ല, സ്വയംഭൂവായി ഉണ്ടായതല്ല എന്നൊരു ബോധ്യമുണ്ട്. ഇത് ഇൽമുൽ യഖീന്റെ അടിസ്ഥാനത്തിലാണ്. ഇൽമുൽ യഖീൻ എന്ന് പറയുമ്പോൾ ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത്, ഒരു വ്യക്തി ഒരു പുക കാണുകയാണ്, ഒരു ദൂരെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ പുക ഉയർന്നു വരുന്നത് കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു അറിവുണ്ടാവുകയാണ്. എവിടെയോ ഒരു തീ കത്തുന്നുണ്ട്, എവിടെയോ ഒരു തീ കത്തുന്നുണ്ട്. കാരണം തീ ഉണ്ടായാൽ മാത്രമാണ് പുക ഉണ്ടാകുക എന്നൊരു ഇൽമ് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ തീ കത്തുകയുണ്ട്, ആ മനുഷ്യൻ ഒരു തീ എവിടെയോ കത്തുന്നുണ്ട് എന്നുള്ള നിഗമനത്തിലെത്തി. ഈ ഒരു നിഗമനമാണ് സാധാരണക്കാരനായിട്ടുള്ള ശൈശവാവസ്ഥയിലുള്ള ഒരു മനുഷ്യനിൽ അള്ളാഹുവെ കുറിച്ചുള്ള അറിവ്. അങ്ങനെ ആ മനുഷ്യൻ ഈ പുക കാണുമ്പോൾ ഈ പുക ഏത് ദിശയിലാണ് എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഇവിടെ അതിന് ബദലായിക്കൊണ്ട് അള്ളാഹുവെ കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അള്ളാഹു പറഞ്ഞ ഇബാദത്തിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടി, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അവൻ ഇബാദത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഇബാദത്ത് ഏത് മുഖേനയാണ്? കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പറഞ്ഞ മുഖേനയാണ് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടോ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവൻ ആ പുകയുടെ അടുത്തെത്തുമ്പോൾ തീ കത്തുന്നതായിട്ട് അവനെ കാണുമ്പോൾ അവൻ ഐനുൽ യഖീനിലെത്തി എന്നാണ് ഐനുൽ യഖീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവന് അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം ഒന്നുകൂടി കൂടുമ്പോൾ അവൻ സ്വപ്നത്തിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അവന്റെ ദുആകൾ സ്വീകരിച്ചതായിട്ടും അള്ളാഹുവിനെ കണ്ട പോലെയുള്ള അള്ളാഹുവിന്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും നേരിട്ട് കാണുന്ന രീതിയിലുള്ള, അള്ളാഹു പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം അവനിൽ ഉണ്ടാവുകയാണ്. ഇനി അവൻ തീയെ തൊട്ടു, അവൻ
തീയെ തൊട്ടപ്പോ അവന് മനസ്സിലായി ഇത് തീ തന്നെയാണ്. അപ്പോൾ അവന് മനസ്സിലായി ഇത് ഇലക്ട്രിക് തരംഗങ്ങൾ ഉപയോഗിച്ച് കത്തിച്ചു വെച്ച തീയല്ല, ഇത് എന്താണ് യഥാർത്ഥമായ തീയാണ്. കാരണം അവന്റെ കൈ പൊള്ളി, അവൻ തൊട്ട് നോക്കി, അവന്റെ കൈ പൊള്ളി. അപ്പൊ ഇതാണ് ഹക്കുൽ യഖീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ അത്യുന്നതമായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമിനെ കുറിച്ച് അവൻ അറിഞ്ഞു. അവന് അത്രയും പ്രകടമായി, അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും അവന് പ്രകടമായി. ഇത് അത്യുന്നതമായിട്ടുള്ള അവസ്ഥയാണ് മഹ്മാവിൽ. ഇത് പ്രവാചകന്മാരുടെയും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെയും എല്ലാം അവസ്ഥയാണ് ഈ ഹക്കുൽ യഖീൻ എന്നുള്ളത്. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കണമെങ്കിൽ ഈ ഓരോ ഘട്ടങ്ങളും കടക്കേണ്ടതുണ്ട്. ഈ ഓരോ ഘട്ടങ്ങളും കടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആത്മാവ്, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഈ ആത്മാവിന് ഒരു പോറലും സംഭവിക്കാതെ ഈ ആത്മാവിനെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മാത്രമാണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ കിട്ടാൻ സാധിക്കുക. ഇതുപോലെ എന്നാൽ നമ്മുടെ ശരീരം നമ്മൾ വെയില് ഉള്ള അവസ്ഥയാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇനി മഴയുള്ള അവസ്ഥയാണെങ്കിൽ അതിനുള്ള പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നല്ല തണുപ്പാണെങ്കിൽ നമ്മൾ കൂട്ടുതരും. ഈ രൂപത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ കേടുവരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കേടുവരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും നമ്മുടെ ആത്മാവിന് ഉത്തേജനം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മാവ് അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവ് അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന ഈ രീതി മുഖേന മാത്രമേ അള്ളാഹു ആരാണ് എന്ന് പൂർണ്ണമായും ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് ഇന്ന് ആളുകളിൽ കാണപ്പെടുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞാൽ, അടുത്ത വോയിസിൽ പറയും, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, അള്ളാഹുവെ കുറിച്ചുള്ള ബാഹ്യമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നും ഗ്രഹിക്കാൻ സാധിക്കുക. ആരാണ് അള്ളാഹു എന്ന് ചോദിക്കുമ്പോൾ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ, ഈ ലോകത്തെ പരിപാലിക്കുന്ന ആലമീനായിട്ടുള്ള റബ്ബ്, എല്ലാ വിധിവിലക്കുകൾക്കും ഉടമസ്ഥൻ എന്നൊക്കെ നമ്മൾ ഇൽമു കൊണ്ട് മനസ്സിലാക്കി, അറിവ് കൊണ്ട് മനസ്സിലാക്കി. ഈ പ്രപഞ്ചത്തിലേക്ക് ശാസ്ത്രീയമായി അറിയുന്ന ആളുകൾ, ഗോളശാസ്ത്രത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ ആ രീതിയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നു. വൈദ്യശാസ്ത്രത്തിനെ പറ്റി അറിയുന്ന ആളുകൾ അതിൻ്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നു. അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കുകയാണ്, ഭൂമിയിൽ ഇൽമുൽ യഖീനിലെത്തുകയാണ്. ആ ഇൽമുൽ യഖീനിലെത്തിയ വ്യക്തികൾ അതിനപ്പുറം അള്ളാഹു ആരാണ് എന്ന ബോധ്യത്തിലെത്തണമെങ്കിൽ അവന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച ഇബാദത്താകുന്ന രീതി, ഇബാദത്ത് എന്ന് പറയുമ്പോൾ വെറും നമസ്കാരം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരസ്പര പൂരകങ്ങളാണ്. ഈ ഭൂമിയിലുള്ള ജീവിതം പരസ്പര പൂരകങ്ങളാണ്. അത് ഈമാനിന്റെ അവസ്ഥയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മാതാപിതാക്കളോടുള്ള കടമകൾ മക്കള് നിർവഹിക്കൽ, അത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് ഈമാൻ പൂർത്തീകരിക്കുക. അതേപോലെ മക്കളോടുള്ള കടമകൾ മാതാപിതാക്കൾ പൂർത്തീകരിക്കുമ്പോഴാണ് അവിടെ ഈമാൻ പൂർത്തീകരിക്കുക. അങ്ങനെ ഭർത്താവിനോടുള്ള കടമകൾ ഭാര്യയോടുള്ള കടമകൾ ഭർത്താവ് നിറവേറ്റുന്നു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈമാൻ പരിപൂർത്തീകരിക്കപ്പെടുന്നു. പരസ്പര പൂരകങ്ങളാണ്. ആർക്കും ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, ആർക്കും മേൽക്കോയ്മ നടിക്കാനും സാധ്യമല്ല. ഒരാൾ മറ്റൊരാൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരാൾ ഇങ്ങോട്ട് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? അവരെ രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളാണ് ഇവയൊക്കെ. ഈ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിന്റെ മലക്കുകളുടെ സഹായം ഒരു മനുഷ്യനിലേക്ക് ഇറങ്ങുകയും അള്ളാഹുവെ കുറിച്ച് മറഞ്ഞു കിടക്കുന്ന അറിവുകൾ അവനിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും സിദ്ദീഖീങ്ങളും സത്യവിശ്വാസികളായിട്ടുള്ള പലരും അള്ളാഹുവെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് തന്നെയായാലും, ഏത് വിഷയത്തിലായാലും
ഇവിടെ നിന്ന് ലഭിക്കുന്ന ബാഹ്യമായിട്ടുള്ള ഇൽമു എന്ന് പറയുന്നത് അത് അള്ളാഹുവെ കുറിച്ചുള്ള അറിവ് മാത്രമാണ്. നമ്മൾക്ക് അള്ളാഹുവെ കുറിച്ച് അള്ളാഹു ആരാണ് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട്, അതാണ് ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, പരിശുദ്ധി പ്രാപിച്ചവരല്ലാതെ ഇതിനെ സ്പർശിക്കുന്നില്ല. ഈ ഖുർആന്റെ ആശയത്തെ ഗ്രഹിക്കുന്നില്ല എന്നാണ്. ഈ ഖുർആന്റെ ആശയത്തെ പരിശുദ്ധി പ്രാപിച്ചവരല്ലാതെ ഗ്രഹിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ഇപ്പൊ ഉദു എടുത്ത് ഇത് തൊഴണോ അല്ലെങ്കിൽ ഉദു എടുക്കാണ്ട് ഇത് തൊഴണോ എന്നുള്ള ചർച്ചയിലാണ് മറ്റുള്ള ആളുകൾ ഈ ആയത്തിനെ വിലയിരുത്തിയത്. ഇപ്പൊ ഹൃദയ പരിശുദ്ധി പ്രാപിച്ചവരല്ലാതെ അള്ളാഹുവിന്റെ യഥാർത്ഥമായിട്ടുള്ള ഖുർആന്റെ ആശയം ഗ്രഹിക്കുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള തത്വമാണ്, ഒരു ജ്ഞാനമാണ്. അപ്പോ ഈ വിഷയത്തില് അള്ളാഹുവോടുള്ള ഇബാദത്തുകൾ അത് മുഖേന മാത്രമാണ്, അത് കാലഘട്ടത്തിന്റെ ഇമാം പറഞ്ഞ രീതിയിൽ നിർവഹിക്കുമ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ച് കൂടുതലായി അറിയാൻ സാധിക്കുക. അതിനു വേണ്ടി തന്നെയാണ് ആരാണ് അള്ളാഹു എന്നും എങ്ങനെയാണ് അള്ളാഹുവിൽ പ്രാപിക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടുള്ളത്, ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത്. കാരണം പ്രഥമ ലക്ഷ്യം എന്താണ്? അള്ളാഹുവെ തിരിച്ചറിയുക എന്നതാണ്. അത് കാലത്തിന്റെ മസീഹിലൂടെ മാത്രമേ തിരിച്ചറിയുകയുള്ളൂ എന്നാണ് അഹമ്മദിയ മുസ്ലിം വാദം. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ഒരു വിശദീകരണം കേൾക്കും ചിലപ്പോ സ്വാഭാവികമായ ചോദ്യങ്ങൾ വന്നേക്കാം. പ്രവാചകന്മാർ എന്തുകൊണ്ട് ഈ വിഷയങ്ങള് ഗ്രന്ഥങ്ങളിൽ അവർക്കറിഞ്ഞ ഇൽമ് ഒരു പരിധിക്ക് നിർത്തി എന്തുകൊണ്ട് അതിനപ്പുറം അവർ എഴുതി വെച്ചില്ല എന്നൊരു ചോദ്യം ചിലപ്പോൾ ഉയർന്നേക്കാം. ഇതിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഞാൻ പറഞ്ഞു, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, പരിശുദ്ധി പ്രാപിച്ചവരില്ലാതെ ഖുർആന്റെ ആശയം ഗ്രഹിക്കുന്നില്ല. അള്ളാഹുവെ കുറിച്ചുള്ള ഈ കൂടുതലായിട്ടുള്ള ജ്ഞാനങ്ങൾ ഹൃദയ പരിശുദ്ധി പ്രാപിച്ചവർക്കല്ലാതെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നാണ്. ഹൃദയ പരിശുദ്ധി പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ആരാണോ അവരുടെ ഹൃദയത്തിന്റെ പരിശുദ്ധി അനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ആരാണ് എന്നുള്ള ഇൽമ അവന് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോ ഇവിടെ പ്രവാചകന്മാരുടെ കാൽപാദങ്ങൾ നമ്മൾ പിൻപറ്റുമ്പോൾ ഈ ഖുർആന്റെ പാഠവങ്ങൾ പിൻപറ്റിക്കൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം പരിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുക. ആ പരിശുദ്ധി അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ ഇൽമുകൾ വെളിപ്പെടുത്തി തരാം. ഏത് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടി ഒരു 10ാം ക്ലാസ്സിലെ ഒരു പുസ്തകം കാണാം. അപ്പൊ അതില് a² + b² എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ മാത്തമാറ്റിക്സിന്റെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവും. ഈ കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ സാധ്യമല്ല. ആ കുട്ടി അത് വായിക്കും, a² + b². ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ എത്തുന്നത് വായിക്കും. പക്ഷെ ഇതെന്താണ് സംഭവം എന്ന് തിരിച്ചറിയണമെങ്കിൽ ആ കുട്ടി 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്കും 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലേക്കും അങ്ങനെ 10ാം ക്ലാസ് വരെ എത്തിയതിനു ശേഷമാണ് ഈ ഒരു സംഭവത്തെ കുറിച്ചുള്ള ബോധ്യം ആ കുട്ടിയിലുണ്ടാവുക. ഇല്ലെങ്കിൽ ആ ഒരു സമയം ആ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം മെല്ലെ മെല്ലെ ആ കുട്ടിയിൽ ഉണ്ടാവാൻ തുടങ്ങും. പിന്നീട് ആ കുട്ടി നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ, ഒരു ഗ്രാജുവേഷൻ എത്തുമ്പോൾ നല്ല രീതിയിൽ ആ കുട്ടിക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവും. അപ്പൊ ഈ രീതിയിലാണ് അള്ളാഹുവെ കുറിച്ചുള്ള അറിവ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകളിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷനായിട്ട് ആദ്യം പറയുന്നത് ഇബാദത്തിലൂടെ, നമസ്കാരത്തിലൂടെ മറ്റുള്ള ഹൃദയത്തെ കേടുവരുത്തുന്ന രീതികളിൽ നിൽക്കാതെ നമ്മൾ അള്ളാഹുവിലേക്ക് ഇബാദത്തിൽ ഏർപ്പെടുക, നമ്മുടെ ഹൃദയത്തെ ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നതാണ്. അപ്പൊ അതില് നമ്മളെ ഹൃദയത്തിന് കളങ്കം സംഭവിക്കുന്ന, മനസ്സിനെ, ആത്മാവിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആത്മാവിന്റെ ജീവന് പ്രശ്നം വരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങൾ നമുക്കറിയാം. തെറ്റായ ഹറാമായിട്ട് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വിട്ടുനിൽക്കുക, വിശുദ്ധ ഖുർആൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ ആത്മാവ് ഉത്തേജനം ചെയ്യപ്പെടും, അള്ളാഹുവുമായിട്ട് ബന്ധിക്കുക. അപ്പോൾ ആ ഒരു ഇൽമ് കിട്ടാൻ വേണ്ടിയാണ് നാം എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ കാലഘട്ടത്തിലുള്ള മസീഹിന്റെ ജമാഅത്തിൽ ഞങ്ങൾ അംഗങ്ങളായി. അപ്പോൾ ഈ ഒരു പൂർണ്ണമായിട്ടുള്ള അള്ളാഹുവെ കുറിച്ചുള്ള ഒരു ഇൽമ് ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ
ഇബാദത്തിൽ മുഴുകേണ്ടതുണ്ട്. യഥാർത്ഥമായിട്ട് അള്ളാഹു ഉദ്ദേശിച്ച മാർഗത്തിൽ മുഴുകേണ്ടതുണ്ട് എന്നാണ് ഇതിനുള്ള മറുപടി.